ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല. എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് മറ്റൊരുത്തനാകുന്നു. അവൻ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം സത്യമെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ യോഹന്നാൻ്റെ അടുക്കൽ ആളയച്ചു. അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. എനിക്കോ മനുഷ്യൻ്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല. നിങ്ങൾ രക്ഷിക്കപ്പെടുവാനത്രേ ഇത് പറയുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം മോക്ഷം പ്രാപിക്കുക, രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. മനുഷ്യനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ്. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുക, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുക എന്നുള്ളതാണ്. മനുഷ്യൻ ജന്മം കൊണ്ട് പാപിയും കർമ്മം കൊണ്ട് മഹാപാപിയുമാണ്. മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ട് രക്ഷ സാധ്യമല്ല. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ നമുക്ക് പകരമായി കാൽവറി ക്രൂശിൽ മരിച്ചു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഈ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു. കൂടാതെ ഈ സുവിശേഷം കേൾക്കുന്ന സകലരെയും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കാൻ പ്രചോദിപ്പിക്കുന്നു. സ്നാപക യോഹന്നാൻ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അവൻ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വിളിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കുന്നു എന്നതാണ് ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും യഥാർത്ഥ സാക്ഷ്യം. ഈ സാക്ഷ്യം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്കും രക്ഷ പ്രാപിക്കാം. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ. ആമേൻ.